നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും അതിശയിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന അതിമാരകമായ ഒരു അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ ഇന്ത്യ പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ലക്നൌ ആസ്ഥാനമായുള്ള ഹോവൽട്ട് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ദിവ്യാസ്ത്ര MK2 എന്ന ലോങ് റേഞ്ച് സ്ട്രൈക്ക് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന്റെ ടാക്സി ട്രയലുകൾ വിജയകരമായി ആരംഭിച്ചു. വെറുമൊരു നിരീക്ഷണ ഡ്രോൺ മാത്രമല്ല ഇത്. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് കൃത്യതയോടെ ബോംബിടാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക കൊലയാളി ഡ്രോണാണിത്. എന്താണ് ദിവ്യാസ്ത്ര MK2? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ദിവ്യാസ്ത്ര MK2വിനെ ഒരു സാധാരണ ഡ്രോൺ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇതിനെ ഒരു ലോങ് റേഞ്ച് ഓട്ടോണമസ് സ്ട്രൈക്ക് പ്ലാറ്റ്ഫോം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചാൽ ഏതൊരു രാജ്യത്തെയും ഇത് അമ്പരപ്പിക്കും. ഇതിന്റെ റേഞ്ച് ഏകദേശം 1500 മുതൽ 2000 കിലോമീറ്റർ വരെയാണ്. അതായത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലിരുന്ന് നിയന്ത്രിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും. ഏകദേശം 8 മുതൽ 12 മണിക്കൂർ വരെ തുടർച്ചയായി ആകാശത്ത് പറക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഇതിന്റെ വേഗതയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സാധാരണ പറക്കുമ്പോൾ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയുള്ള ഈ ഡ്രോൺ ലക്ഷ്യസ്ഥാനത്തേക്ക് ആക്രമണം നടത്തുമ്പോൾ മണിക്കൂറിൽ 300 മുതൽ 400 കിലോമീറ്റർ വരെ വേഗതയിൽ കുതിച്ചു പായും. ശത്രുവിന്റെ റഡാറുകൾക്ക് പോലും പിടികൊടുക്കാത്ത വേഗതയാണിത്. അടുത്തതായി ഇതിന്റെ പ്രഹരശേഷിയെക്കുറിച്ച് പറയാം. 50 മുതൽ 100 കിലോഗ്രാം വരെ മാരകായുധങ്ങൾ അഥവാ പേലോഡ് വഹിക്കാൻ ഇതിന് കഴിയും. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഇതിന് പ്രത്യേക സെൻസറുകളും ക്യാമറകളുമുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായി ദിവ്യാസ്ത്രയെ സ്പെഷ്യലാക്കുന്നത് ഇതിലെ AI എനേബിൾഡ് സ്വാം കാപ്പബിലിറ്റിയാണ്. അതായത് ഒരേ സമയം ഒരു കൂട്ടം ഡ്രോണുകൾ ചേർന്ന് ഒരുമിച്ച് ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ഒന്നിലധികം ദിവ്യാസ്ത്ര ഡ്രോണുകൾ ഒരേ സമയം ശത്രുവിന് നേരെ കുതിച്ചാൽ അവയെ തടയുക അസാധ്യമാണ്. മാത്രമല്ല, യുദ്ധസമയത്ത് ശത്രുക്കൾ GPS സിഗ്നലുകൾ ജാം ചെയ്താലും ഇതിന് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ത്യയുടെ സ്വന്തം എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഡ്രോൺ ഇക്കോസിസ്റ്റത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലാണ്. പണ്ട് ഇത്തരം സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് തന്നെ ഇത്രയും മാരകമായ ഒരു യുദ്ധോപകരണം നിർമ്മിക്കുന്നു എന്നത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ വിജയമാണ്. ചൈനയെയും പാകിസ്ഥാനെയും പോലുള്ള അയൽരാജ്യങ്ങളുടെ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യക്ക് ദിവ്യാസ്ത്ര MK2 വലിയൊരു കരുത്തായി മാറും. സമുദ്ര സുരക്ഷയ്ക്കും അതിർത്തിയിലെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ ഡ്രോൺ ഉപയോഗിക്കാൻ സാധിക്കും. ലണ്ടനിലെ ഗ്ലോബൽ ഡിഫൻസ് എക്സിബിഷനുകളിലടക്കം ഈ ഡ്രോൺ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ദിവ്യാസ്ത്ര MK2വിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.